കോഴിക്കോട് DCC ഓഫീസ് ഉദ്ഘാടനം. KC വേണുഗോപാലുണ്ട്. മറ്റ് നേതാക്കന്മാരൊന്നും കാണാനില്ല. ഇടയിൽ നിന്ന് ഒരാൾ കുത്തിക്കയറി വരാൻ വേണ്ടി ശ്രമിക്കുന്നു. അയാളെ തള്ളി മാറ്റിക്കൊണ്ട് രമേശ് ചെന്നിത്തല മുന്നിലേക്ക് കയറി നിൽക്കുന്നു. കരുണാകരൻ്റെ പേരിലുള്ള ഓഫീസാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. മകൻ മുരളീധരൻ വിട്ടുനിന്നു. എന്താണ് കാരണമെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നുമില്ല. അവിടെയും തമ്മിലടിയാണ്. ആരാദ്യം നിൽക്കും, ആര് നാടമുറിക്കും, ആര് ഉദ്ഘാടനം ചെയ്യുമെന്ന് പറഞ്ഞ് തമ്മിലടി നടത്തുകയാണ്. പരസ്യമായി ഈ മൈക്കിൻ്റെ മുമ്പിലിരുന്ന് തമ്മിലടി നടത്തുന്നു. VD സതീശനും പിന്നെ സുധാകരനും തമ്മിൽ. പലപ്പോഴും ഈ എന്താ പറയുക, നാട്ടുഭാഷയിലുള്ള പച്ചയ്ക്ക് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുന്നത് പോലെയാണ് കോൺഗ്രസ് പൊക്കോണ്ടിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് സംഭവിക്കുന്നത്? അല്ല, അതാണ് കോൺഗ്രസിന് സംഭവിക്കുന്നില്ല, അതാണ് കോൺഗ്രസിന് സംഭവിക്കേണ്ടത്. ഇപ്പം നമ്മൾ സാധാരണ പറയാമല്ലോ, ഇപ്പോൾ പഴയ കാലത്ത് പറഞ്ഞിട്ടുണ്ട്, ശ്രീകൃഷ്ണനോട് പറഞ്ഞിട്ടുണ്ട്, യാദവംശം മുച്ചൂട് നശിച്ചു കൂട്ടിയെന്ന ഗാന്ധാരിയുടെ ശാപമുണ്ട്. അത് സത്യമായിട്ട് ഭവിച്ചതാണ്. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ ഉദയം വരുന്നൊരു സായിപ്പിൻ്റെ കയ്യിൽ നിന്നാണ്. ഹ്യൂം 1885 ഹ്യൂമാണത് തുടങ്ങിയത്. അന്ന് കോൺഗ്രസ് തുടങ്ങിയത് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ സേഫ്റ്റി വാൽവായിട്ടാണ് തുടങ്ങിയത്. ബ്രിട്ടീഷ് സർക്കാരിന് ഇന്ത്യയിലെ കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സേഫ്റ്റി വാൽവായിരുന്നു കോൺഗ്രസ്. അതിൻ്റെ പേരിലാണ് കോൺഗ്രസിന് പ്രസിഡന്റ് നിശ്ചയിച്ചിരുന്നത് ബ്രിട്ടനാണ് തീരുമാനിച്ചിരുന്നത്. അതിന് മാറ്റം വന്നത് ബാലഗംഗാധര തിലകൻ വന്നതിന് ശേഷമാണ്. അതിനുമുണ്ടായിരുന്നവരെല്ലാവരും ആ തരത്തിൽപ്പെട്ട ആളുകളാണ്. പിന്നെ അതുകൊണ്ടാണ് ഇപ്പോൾ മഹാത്മാഗാന്ധി തന്നെ 921 മെമ്പർഷിപ്പ് എടുക്കുന്നത്. എന്നിട്ട് അദ്ദേഹം 13 കോൺഗ്രസ്സിലുണ്ടായുള്ളൂ. അതാ വളരെ അത്ഭുതമായിട്ടുള്ള വശം. 1934 സെപ്റ്റംബർ 27 അദ്ദേഹം രാജിവെച്ചു കോൺഗ്രസിൽ നിന്ന്. കാരണം ഈ സാധനം നമുക്ക് പറ്റില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കാരണം കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അടിമുടി അഴിമതിയിൽ മുങ്ങിക്കുളിച്ച സ്വജനപക്ഷപാതമുള്ള ചില നിക്ഷിപ്തമായുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇപ്പം നമ്മൾ സാധാരണ വിചാരിക്കും അതിനകത്ത് ആളുകൾ കൂടുതലുണ്ടല്ലോ എന്ന്. അതാണ് കാരണം കോൺഗ്രസിനകത്ത് ഇപ്പം നമ്മളിപ്പോൾ ഈ അടിയെ കണ്ടിട്ടുള്ളത്. പക്ഷേ കോൺഗ്രസിനകത്ത് അടിപിടി ഇല്ലെങ്കിൽ കോൺഗ്രസ് ആവില്ല എന്നാണ് അവർ പറയുക. അടിപിടിയാണ് കോൺഗ്രസ്. ഇപ്പൊ തന്നെ നമ്മൾ ആ ചിത്രത്തിൽ കണ്ട രമേശ് ചെന്നിത്തല ആരും മുന്നിലേക്ക് കൊണ്ടുവന്നല്ല കേട്ടോ. ചെന്നിത്തല അവിടെ സുധാകരനെ തള്ളി മാറ്റിക്കൊണ്ട് മുമ്പിലേക്ക് വരാൻ വേണ്ടി ശ്രമിച്ചാണ് ചെന്നിത്തല. അതിനിടയ്ക്ക് ഈ മുരളീധരൻ ചിലപ്പോൾ പറ്റിയിട്ടുണ്ടാവില്ല. കാരണം നല്ല ഇടിക്കാരാണ് അപ്പുറത്ത് ഫ്രണ്ടിൽ നിൽക്കുന്നത്. അതിപ്പോൾ എനിക്കറിയാവുന്ന ചില കോൺഗ്രസ്സുകാർ ചില സമ്മേളനങ്ങൾ നിങ്ങൾ കോൺഗ്രസ്സുകാരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കുടിവിളക്ക് അവർ കൊണ്ടുവരും. അങ്ങനത്തെ സംഭവം എറണാകുളത്തുണ്ടായിട്ടുണ്ട്. എറണാകുളത്ത് ശബരിമല സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ ആചാര സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് എറണാകുളത്ത് വലിയ സമ്മേളനം നടന്നു. ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ച ഒരാളെയാണ്. കോൺഗ്രസിൻ്റെ 3-4 ആളുകൾ MP MLA ആളുകൾ അടക്കമുള്ള ആളുകൾ സമ്മേളനത്തിന് വന്നു. കോൺഗ്രസിൻ്റെ ഒരുപാട് നേതാക്കന്മാർ വന്നു. ഈ നേതാക്കന്മാരൊക്കെ കയ്യിൽ കുടിവിളക്കുണ്ടായിരുന്നു. കാരണം എല്ലാവരും ഉദ്ഘാടനം നടത്താൻ തയ്യാറായിട്ടാണ് വന്നേ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7 തിരിയിട്ട വിളക്കിന് ചുറ്റും നിൽക്കുന്ന ആളുകളൊക്കെ സ്വന്തമായിട്ടുള്ള കൊടിവിളക്ക് കത്തിച്ചുകൊണ്ട് അവർ തിരികൊളുത്താൻ വേണ്ടി നിന്നവരാണ് കോൺഗ്രസ്സുകാർ. എന്ന് വെച്ചാൽ അവരുടെ ആചാര സംരക്ഷണം അവരുടെ ഭാഗമേ അല്ല. അവിടെ ശബരിമല ക്ഷേത്രം തീ വെച്ച് നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ അന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കുന്ന പറഞ്ഞേ. ഇത് പറഞ്ഞ് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാ, അല്ലാന്ന് കോൺഗ്രസ്സുകാരെന്ന് പറയട്ടെ. എൻ്റെ ഒരു തെളിവുണ്ടല്ലോ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞതിന്. അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് ശബരിമല നശിക്കുന്നത് കോൺഗ്രസിന് വിഷയമേ അല്ല. പഴനി നശിക്കുന്ന കോൺഗ്രസ്സുകാരൻ വിഷയമല്ല. അയോധ്യ നശിക്കുന്ന കോൺഗ്രസ്സുകാരൻ വിഷയമാണോ? അല്ലല്ലോ. കാശി നശിക്കുന്ന കോൺഗ്രസ്സുകാരൻ വിഷയമല്ലോ ആണോ? അല്ലല്ലോ. ഇവിടെ തൃശ്ശൂർ പൂരം നിന്ന് പോയ കോൺഗ്രസ്സുകാരൻ എന്താ കുഴപ്പം? അവന് താൽക്കാലികമായിട്ടുള്ള ബഹളം ഉണ്ടാക്കും. അതിൻ്റെ അപ്പുറത്ത് ആചാരപരമായിരിക്കുന്ന കാര്യങ്ങളുടെ നാശങ്ങളോ ഈ പറയുന്ന വിശ്വാസ പ്രമാണങ്ങളോ സനാതന ധർമ്മമോ നശിക്കുന്ന സമയത്ത് കോൺഗ്രസ്സുകാരന് വേദന ഉണ്ടാവാറില്ല. കാരണം കേരളത്തിൽ നിന്ന് എടുത്തു നോക്ക്. കേരളത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് നേതാക്കന്മാർക്കൊക്കെ അവരെല്ലാവരും ജാതി പ്രസ്ഥാനത്തിൻ്റെ ആളുകളല്ലേ. ധീവരസഭയുടെ നേതാവ് ആരാ? ഒരു കോൺഗ്രസിൻ്റെ MLA ആയിരിക്കുന്ന ദിനകരനാണ്. NSSന്റെ നേതാവാര സുകുമാരൻ നായരാണ്. വേറെ ഖദറിട്ടൊരു സാധനം. അതുപോലെ തന്നെ വെള്ളാള മഹാസഭയുടെ നേതാവാരാണ്? പുനലൂർ മധു, കോൺഗ്രസിന്റെ നേതാവ്. കുടുംബി സേവാ സംഘത്തിന്റെ നേതാവാരാണ്? OS രാമകൃഷ്ണൻ. ഇലക്ഷൻ മത്സരിച്ചിട്ട് കോർപ്പറേഷൻ മത്സരിച്ച് തോറ്റുപോയ കക്ഷി. അയാളാണ് കുടുംബി സേവാ സംഘത്തിന്റെ നേതാവ്. എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള ഹൈന്ദവ ജാതി പ്രസ്ഥാനങ്ങളുടെ എല്ലാത്തിൻ്റെയും നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ്. അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തെ നശിച്ചു പോയത്. ധീവരസഭയുടെ അടപ്പൂരാനുള്ള കാരണം അതിന് കോൺഗ്രസ് നേതൃത്വമാണ്. വെള്ളാള മഹാസഭ ഇല്ലാതാവാൻ കാരണം അതിൻ്റെ കോൺഗ്രസ് നേതൃത്വമാണ്. NSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനം കേരളത്തിൽ ഗണ്യമായിട്ട് കുറയാൻ കാരണം അത് മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ അതിൻ്റെ അനുഭവസ്ഥരാണ്. ഹിന്ദു മഹാമണ്ഡലത്തെ പലക വലിച്ചത് കോൺഗ്രസ്സുകാരാണ്.
അന്ന് കോൺഗ്രസിൽ എതിർപ്പുള്ളതിൻ്റെ പേരിലാണ് മന്നത്ത് പത്മനാഭനും ആർ ശങ്കരും കൂടിയിട്ട് കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി ഉണ്ടാക്കി ഇവിടെ 1950-കളിൽ ഹിന്ദു മഹാമണ്ഡലത്തെ വഞ്ചിച്ചതിൻ്റെ പേരിൽ. എന്നിട്ട് ആ പ്രസ്ഥാനത്തെ കോൺഗ്രസ് ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന് പിന്നെ ചില നേതാക്കന്മാരെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഹൈന്ദവ വിരുദ്ധ പ്രസ്ഥാനമാണ്, ജനവിരുദ്ധ പ്രസ്ഥാനമാണ്. നേതാക്കന്മാരുടെ താൻപോരിമ മാത്രമാണ് അവരുടെ പ്രശ്നം. നേതാക്കന്മാർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടലാണ് അവരുടെ പ്രശ്നം. നിങ്ങളൊരു കോൺഗ്രസ്സുകാരന് 10 കോൺഗ്രസ്സുകാരനെ വിളിക്കൊരു പരിപാടിക്ക്, ആ പരിപാടിക്ക് കോൺഗ്രസ്സുകാരും നിരന്ന് നിൽക്കും, എല്ലാവരും പടത്തിൽ വരും. ഇപ്പൊ സാധാരണ രീതിയിൽ പ്രളയം ഉണ്ടായി, 2018 പ്രളയം. ആ പ്രളയ സമയത്ത് കമ്മ്യൂണിസ്റ്റുകാരൻ സാധാരണ ചില ദുരിതാശ്വാസ ക്യാമ്പെങ്കിലും നടത്തിയിരുന്നു, മാർക്സിസ്റ്റുകാരൻ. അന്ന് പ്രളയജലത്തിൽ പെട്ടുള്ള ആളുകളെ രക്ഷിച്ച മുഴുവൻ സേവഭാരതിക്കാരാണ്. അങ്ങനെ രക്ഷിച്ച ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പിൽ കൊണ്ട സമയത്ത് സംഘത്തിന്റെ ആളുകളും സേവാഭാരതിയും ദുരിതാശ്വാസ ക്യാമ്പ് നടത്തിയെങ്കിൽ ആ ക്യാമ്പിന്റെ പുറത്ത് ഖദർ ഷർട്ട് ഇട്ടുകൊണ്ട് വന്ന് നിന്നവരാണ് കോൺഗ്രസിന്റെ MLA-മാര്. അല്ലാത്തൊരാൾ പേര് വരുന്നു പറയട്ടെ. ഏത് കോൺഗ്രസിന്റെ MLA ആണ് സത്യസന്ധമായിട്ട് ദുരിതാശ്വാസ ക്യാമ്പ് നടത്തിയിട്ടുള്ളത്? ഏത് കോൺഗ്രസിന്റെ MLA ആണ് അവിടെയുള്ള ഈ പറയുന്ന പ്രളയബാധിത സ്ഥലത്ത് പോയിട്ട് ഒരാളെങ്കിലും രക്ഷിച്ചൊരു കോൺഗ്രസ്സുകാരൻ്റെ പേര് പറയട്ടെ? ഇന്ന് മാത്രമല്ല, ഇതിനു വേണ്ടി സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇത് പരിഹരിച്ചാൽ കോൺഗ്രസിന് എന്താ പങ്കുള്ളത്? ഒരു പങ്കുമില്ലല്ലോ. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ അടിസ്ഥാനപരമായിരിക്കുന്ന ദുരിതങ്ങളെ അതിൽ നിന്ന് പരമാവധി മുതലെടുക്കുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അതുകൊണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ എല്ലാ സമ്മേളനത്തിലും ഇത് തന്നെയാണ് കാണിക്കാറ്. അതിവിടെയും കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സാർ, ഇത് നയിക്കാൻ ഒരു നേതാവില്ല, നിയന്ത്രിക്കാൻ ഒരാളില്ല. കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. കാരണം സോണിയയും പ്രിയങ്കയും പിന്നെ രാഹുൽ ഗാന്ധിയൊക്കെ ED-യുടെ ചോദ്യം ചെയ്യലിലാണ്, റോബർട്ട് വദ്ര അടക്കം. ഇവിടെ നോക്കുമ്പോൾ പിന്നെ രാഹുൽ ഗാന്ധിനെ പെട്ടിപിടിക്കുന്ന KC വേണുഗോപാലാണ് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ എല്ലാവരും മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ച് വെച്ച് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. മുഖ്യമന്ത്രി ആവുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിനുവേണ്ടി മുൻപന്തിയിൽ ആര് നിൽക്കുന്നു, ആര് ഫോട്ടോ എടുക്കുമ്പോൾ മുൻപന്തിയിൽ നിൽക്കും, ഇതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. പാർട്ടി വളർത്തി എനിക്ക് തോന്നുന്നു കമ്മ്യൂണിസ്റ്റിലും BJP-യിലും കാണാത്ത ഒരു ബഹളവും അടിയുമാണ് ഈ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കോൺഗ്രസിനുള്ളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള കാരണം ഇപ്പോൾ കോൺഗ്രസിൽ പ്രധാനമായിട്ട് ഇപ്പോൾ കോൺഗ്രസിന്റെ കാര്യങ്ങൾ കോൺഗ്രസ് അല്ലല്ലോ തീരുമാനിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ആരെങ്കിലും കോൺഗ്രസിലേക്ക് ചേർന്നു എന്നിരിക്കട്ടെ, അവരാദ്യം പോയിട്ട് പാണക്കാടൊക്കെയാണ് പോകേണ്ടത്. പാണക്കാട് തങ്ങളുടെ കയ്യൊപ്പ് പൊതിഞ്ഞാൽ മാത്രമേ അവർ കോൺഗ്രസ്സുകാരനാവുള്ളൂ. അപ്പോൾ എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ സ്ഥാനമാനങ്ങൾ തീരുമാനിക്കുന്നത് പാണക്കാട് തങ്ങളാണ്. അത് കേട്ടപ്പോഴാണ് നമ്മുടെ സുകുമാരൻ നായർക്ക് ഹാലളകിയത്. അപ്പോൾ സുകുമാരൻ നായർ പറഞ്ഞ് എന്താ താക്കോൽ സ്ഥാനത്ത് ഞങ്ങളുടെ ആളെയും കൂടി വെക്കണം എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള ചില ആളുകൾ അവിടെ ചങ്ങനാശ്ശേരി പോയിട്ട് തിട്ടൂരം വാങ്ങിച്ചു കൊണ്ടുവരും. അപ്പോൾ എന്ന് വെച്ചാൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ തീരുമാനിക്കുന്ന കാര്യത്തിൽ ഇന്ദിരാഭവന് യാതൊരു പങ്കുമില്ല. ഒരു സമയത്ത് ഇന്ദിരാഗാന്ധിയൊക്കെയുള്ള സമയത്ത് കോൺഗ്രസിന് ഹൈക്കമാൻഡിന് പങ്കുണ്ടായിരുന്നു. ഇന്ന് ഹൈക്കമാൻഡിന് പങ്ക് യാതൊരു പങ്കുമില്ല. ആകെ പങ്കുള്ളത് പാണക്കാട് തങ്ങൾക്കും ചങ്ങനാശ്ശേരിയിലെ ബിഷപ്പിനുമാണ് പങ്കുള്ളത്. ഈ രണ്ടുപേരാണ് തീരുമാനിക്കുന്നത്. ഈ പറയുന്ന ആളുകൾ തീരുമാനിക്കുന്ന പ്രസ്ഥാനമായിട്ട് കോൺഗ്രസ് പ്രസ്ഥാനം അധപ്പതിച്ചു എന്നുള്ളതാണ് ഒരു വശം. രണ്ടാമത് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് എന്താ ഒരു ആദർശമുള്ളത്? ആരാ കോൺഗ്രസിന്റെ നേതാക്കന്മാര്? അവർ പറയും ഞങ്ങളാണ് സ്വാതന്ത്ര്യം വാങ്ങിച്ചതെന്ന്. ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ ഏതെങ്കിലും കുടുംബത്തിൽപ്പെട്ടവരാരെങ്കിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇന്നത്തെ കോൺഗ്രസിന്റെ പ്രസിഡന്റിന്റെ അച്ഛനോ മുത്തച്ഛനോ കോൺഗ്രസ് സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ലാന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം അന്നുണ്ടായിരുന്ന കോൺഗ്രസ്സുകാരും അവരുടെ താവഴിയിൽപ്പെട്ടവരെല്ലാവരും കോൺഗ്രസിനെതിരാണ്. ഇന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം കടലും കടലാടിയും തമ്മിലുള്ള ബന്ധമാണ്. സോണിയാഗാന്ധിയുടെ അച്ഛന് ബന്ധമുണ്ടോ? സോണിയാഗാന്ധിയുടെ മുത്തച്ഛന് ബന്ധമുണ്ടോ? ആർക്കാ ബന്ധമുള്ളത്? ആർക്കും ബന്ധമില്ല. കോൺഗ്രസിന് KC വേണുഗോപാലിന്റെ ബന്ധുക്കളായിരിക്കുന്നവർക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ വല്ല ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ലല്ലോ. ഒരു കോൺഗ്രസ് നേതാവിന്റെ കുടുംബത്തിൽപ്പെട്ടവർക്കും കോൺഗ്രസിന്റെ പാരമ്പര്യം അവരെ സംബന്ധിച്ചില്ല. അവരെ സംബന്ധിച്ചുള്ള പാരമ്പര്യം അവർക്ക് ഏതെങ്കിലും തരത്തിൽ MLA ആവണം, MP ആവണം, അതിനു വേണ്ടിയിട്ട് മതേതരത്തിൻ്റെ ഒരു മൂടുപടം എടുത്തണിയണം, ഇസ്ലാമിക തീവ്രവാദികളുടെ ചൂട്ടുപിടിക്കുന്നവരാകണം, പാണക്കാട് തങ്ങളെ പോയി കാണണം, അവിടെ നിന്ന് അനുഗ്രഹം വാങ്ങിക്കണം, വേണമെങ്കിൽ ചങ്ങനാശ്ശേരിക്ക് ഇടയ്ക്ക് പോകാം, ഇടയ്ക്ക് വേണമെങ്കിൽ ആലപ്പുഴ പോയിട്ട് ദിനകരനെ കാണാം. അങ്ങനെയുള്ള ചില ആളുകളെ കാണുന്ന ഒരു പ്രവർത്തനം അല്ലാതെ കണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ആദർശവും അവരെ സംബന്ധിച്ചില്ല, ഒരാശയത്തിന്റെ പിൻബലം അവരെ സംബന്ധിച്ചില്ല. അധികാരം മാത്രമാണുള്ളത്. അതുകൊണ്ട് ഇപ്പൊ പിണറായി വിജയൻ സർക്കാർ മാറിയിട്ട് കോൺഗ്രസിന്റെ സർക്കാർ വന്നാൽ എനിക്ക് സംശയമൊന്നുമില്ല, കേരളത്തിന് നാശമാണ്. കാരണം പിണറായി വിജയൻ സർക്കാർ കുറച്ച് അഴിമതി നടത്തുന്നുണ്ടാവും. ഈ അഴിമതിയുടെ അപ്പുറത്താണ് ഇവർ നടത്താൻ വേണ്ടി പോകുന്നത്. ഇവരെല്ലാവരും ഇപ്പൊ തന്നെ കടം വാങ്ങിച്ചിട്ടുണ്ടാവും.
അല്ലെങ്കിൽ അവർ പല സ്ഥലത്തും പല സ്ഥാപനങ്ങളിലും ഞങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇതിനൊക്കെ കാരണം അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അഴിമതി നടത്താമെന്നുള്ള വ്യാമോഹത്തിലും ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലുമാണ് കോൺഗ്രസിൻ്റെ ആളുകൾ ഇന്ന് പൊതുവേദിയിലേക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവർ ധരിക്കുന്ന വസ്ത്രം, ആ വെള്ള വസ്ത്രം, അത് അഴിമതിയുടെ വസ്ത്രമാണ്, അത് കറപുരണ്ട വസ്ത്രമാണ്, അത് ദേശവിരുദ്ധമായിരിക്കുന്ന വസ്ത്രമാണ്. അതുകൊണ്ടാണല്ലോ ഒരു വഖഫിൻ്റെ ഭേദഗതി എതിർക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഒരു നോട്ട് നിരോധനത്തെ, ഇപ്പം ഈ പറയുന്ന നോട്ട് നിരോധനം ഉണ്ടായിരുന്നു, കള്ളപ്പണം വെളുപ്പിക്കുന്ന ഏർപ്പാട്. ആ കള്ളപ്പണത്തിൻ്റെ ഇവർ കൂടെ നിൽക്കാനുള്ള കാരണം ഇവരുടെ പഴയ പ്രധാനമന്ത്രിയായിരിക്കുന്ന സാമ്പത്തിക വിശാരദനായിരിക്കുന്ന മൻമോഹൻ സിംഗ് പറഞ്ഞത് ഒരു ഇതിനകത്ത് സാമ്പത്തിക ശാസ്ത്രത്തിനകത്ത് ഒരു പാരലായിട്ടുള്ള സംവിധാനം വേണമെന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞത് മൻമോഹൻ സിംഗ് ആണ്. എന്ന് വെച്ചാൽ കള്ളപ്പണവും ഒരു രാജ്യത്തിന് അനിവാര്യമാണെന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി ഭരിച്ചിട്ടുള്ള നാടാണ് ഭാരതം. അതിന് കാരണം കോൺഗ്രസ് ആണ്. കോൺഗ്രസ്സിൽ ശ്രീമതി സോണിയാഗാന്ധിക്ക് ഭാരതത്തെക്കുറിച്ച് എന്താ അറിയാം? ഭാരതത്തിന്റെ ചരിത്രം അവർക്ക് നിശ്ചയമുണ്ടോ? ഭാരതത്തിന് എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അവർക്കറിയാമോ? അവർക്ക് മാത്രമല്ലല്ലോ, ഇന്ന് നിലവിലിരിക്കുന്ന കോൺഗ്രസ്സുകാരൻ അറിയാമോ? ആർക്കാ ഭാരതത്തിന് ചരിത്രം അറിയാം? ചരിത്രം അറിയില്ലെന്ന് മാത്രമല്ല, കള്ളച്ചരിത്രം എഴുതാൻ പ്രേരിപ്പിച്ച പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പാരമ്പര്യത്തിൽപ്പെട്ടവരാണ് ഇവര്. ഇന്ത്യയുടെ കള്ളച്ചരിത്രം, ഭാരതത്തിന്റെ കള്ളച്ചരിത്രം അത് എഴുതാൻ വേണ്ടിയിട്ട് KN പണിക്കരെ പോലുള്ള കേരളത്തിന്റെ സംസ്കൃത സർവകലാശാലയിലെ വൈസ് ചാൻസലർ ആയിരുന്നു KN പണിക്കര്. ആ പണിക്കരെ ഉള്ളവർക്ക് പണം കൊടുത്ത് കള്ളച്ചരിത്രം എഴുതാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ച പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ വംശപാരമ്പര്യത്തിൽപ്പെട്ടവരാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാര്. അവർക്ക് കേരളത്തിന്റെ വികസനമോ ഭാരതത്തിന്റെ വികസനമോ ഒന്നും അവരുടെ വിഷയമല്ല. അവർക്ക് സംശയമുണ്ട്, ഞാൻ ഉത്തരം കൊടുക്കാം. 1983 അരുൺ ഷൗറി എഴുതിയിരിക്കുന്ന എമിനന്റ് ഹിസ്റ്റോറിയൻസ്, their techniques, their line, their fraud എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. ഫ്രോഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പുസ്തകത്തിനകത്ത് ഈ പറയുന്ന KN പണിക്കർ അടക്കമുള്ള ആളുകളുടെയൊക്കെ പേരുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ പുസ്തകം എൻ്റെ പ്രിയപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ആ തരം പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഉഡായിപ്പ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും.